ഡിമാൻഡ് നമ്പർ 1, തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം, ഘടകകക്ഷി എന്ന നിലയിൽ എല്ലാ തരത്തിലുമുള്ള പരിഗണന. ഡിമാൻഡ് നമ്പർ 2, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ, ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ്, അല്ലെങ്കിൽ പോരാട്ടത്തിന് സാധ്യതയുള്ള ഒരു സീറ്റ്, തവനൂർ പോലെ. KT ജലീലിന് പകരം V അബ്ദുറഹ്മാൻ തവനൂരിൽ മത്സരിക്കാനെത്തിയാലും അൻവർ പോരാട്ടത്തിന് തയ്യാറാണ്. മറ്റുള്ള സീറ്റുകൾ UDFന് തീരുമാനിക്കാം. ഡിമാൻഡ് നമ്പർ 3, അൻവറിന് ഒപ്പമുള്ളവരെയും പരിഗണിക്കണം. UDF വിജയിക്കുകയാണെങ്കിൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളും ലഭിക്കണം. ഡിമാൻഡ് നമ്പർ 4, ഈ ഉറപ്പുകൾ കോൺഗ്രസ് മാത്രം നൽകിയാൽ പോരാ, മുസ്ലിം ലീഗ് അതിന് ജാമ്യം നിൽക്കണം. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടപ്പോൾ അൻവർ ആവശ്യപ്പെട്ടതും ഇതാണ്. ഇവിടെ UDF നേതൃത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ലീഡർഷിപ്പായിട്ട് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് അല്ലേ. മുസ്ലിം ലീഗിൻ്റെ സീറ്റാണെങ്കിൽ ലീഗിന് സംസാരിക്കാൻ പറ്റുമായിരിക്കാം. ഇത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൂടി UDFന്റെ ഭാഗമാകും BV അൻവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാഗമാകൽ തുടങ്ങിയിട്ട് മാസത്രയിന്ന് ഇനി ഭാഗം. എനിക്ക് അദ്ദേഹത്തെ കണ്ട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം തന്ന പിന്തുണയ്ക്ക് എന്നും നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മളൊരു വെൽവിഷർ എന്ന നിലക്ക് ആ പാർട്ടിയും ആ ലീഡർഷിപ്പും എടുത്ത നിലപാടിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ഘടകകക്ഷിയാണല്ലോ ഇന്ത്യൻ മുസ്ലിം ലീഗ്. ആ നിലക്ക് പറഞ്ഞ അൻവറിനെ പിണക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. UDFനൊപ്പം ചേർത്തില്ലെങ്കിൽ അൻവർ ഒറ്റയാനാകും. ആരോപണങ്ങൾ ലീഗിനെതിരെയും തിരിഞ്ഞേക്കും. പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഈ ചോദ്യങ്ങളൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കുന്നില്ല, അർത്ഥമില്ല, നിങ്ങൾക്കും അറിയാലോ. പിന്നെ എന്തിനാ സമയം കളയുന്ന വെറുതെ? അല്ലാതെ ലീഗ് മീഡിയേഷനൊന്നുമില്ല. അദ്ദേഹം എല്ലാ ഘടകകക്ഷികളെയും കാണുന്ന കൂട്ടത്തിൽ ഞങ്ങളെ കണ്ടു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഘടകകക്ഷികൾ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തൽ സാധാരണയാണ്. UDFന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷന്റെ മുമ്പുള്ള UDFന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യണം. അല്ല ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നുമില്ല. ഇല്ല, അൻവർ വന്നതാണ്. അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അത് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ, അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ്, കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ കടുങ്കൈ ചെയ്യാനും അൻവർ മടിക്കില്ല. നിലമ്പൂരിൽ മത്സരത്തിനിറങ്ങിയേക്കും. പക്ഷേ അപ്പോഴും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ അൻവറിൻ്റെ ഡിമാൻഡുകൾ UDFന്റെ കോർട്ടിലുണ്ടാകും.